ഗൈസ് ഈ പോകുന്ന ചേട്ടനെ കണ്ടു, ഇയാളാണ് എൻ്റെ ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോയതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ റിവീൽ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ കോമഡി എന്താ വെച്ചാൽ CCTV പോയി നോക്കിയപ്പോഴാണ് ഇയാൾ എൻട്രൻസിൽ അതുവരെ പോയിട്ട് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം റിട്ടേൺ വന്നു. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം. ഇത് അവിടെ പോയി തിരിച്ചു വന്ന് ഹെൽമെറ്റ് എടുത്ത് അവിടെ പോലീസ് പോലും ഉണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് കൊണ്ട് അയാൾ തിരിച്ചു വന്ന് ഹെൽമെറ്റ് എടുത്ത്. ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ട് ആളി പട്ടാപ്പാലം കൂളായിട്ട് വന്ന് എടുത്തിട്ട് പോയി. ഇതാ കണ്ടില്ലേ വരുന്നത്. ഇയാളിപ്പം എൻ്റെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് വണ്ടി തിരിച്ചിട്ട് റിട്ടേൺ വന്നതാണ്. ഇത് നോക്കുക ഗൈസ്, അവിടെ നിന്ന് കുറച്ചൊരാൾ നോക്കി ആരും വരുന്നുണ്ടോന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നൈസായിട്ട് വണ്ടികൾ നിർത്തിയിട്ട് വന്നിട്ട് കിടക്കുക. എന്തുമാതിരി മൈൻഡ് ആലോചിച്ചുകൾ. അവിടെ എത്രയോ വണ്ടി ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൽ എൻ്റെ വണ്ടിക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വന്ന പോലെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇങ്ങനത്തെ ലോമാരത്തൊക്കെ ഒന്നേ പറയാനുള്ളൂ, കയ്യിൽ കാശില്ലെങ്കിൽ പിന്നെ പിണ്ണാക്ക് വണ്ടി കിട്ടുന്ന മേടിക്കാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റ് മേടിക്കാനുള്ള പൈസയിൽ മാറ്റി വെച്ചിട്ടാണ് ഒരു വണ്ടി മേടിക്കുക. ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് നമ്മൾ ചുറ്റുപാട് നടക്കണേ കണ്ടിട്ടുണ്ട്. കയ്യിൽ കാശില്ല, ഹെൽമെറ്റ് മേടിക്കില്ല, വേറെത്തെ കാശ് വല്ല ഹെൽമെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ചാമ്പ കൂടി നടക്കണ ഒരെണ്ണം. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടത്തെ ക്യാമറ വെക്കുന്ന നമ്പർ നോക്കിയിട്ട് ആളൊന്ന് ഹെൽമെറ്റ് മേടിക്കാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ വിട്ട് കേസ് ആൾ കൊണ്ടേക്കോട്ടെ.